അങ്ങനെ പിന്നെയും വിഷു വന്നു. പണ്ടത്തെ സുഖമൊന്നും ഇപ്പോഴത്തെ വിഷുവിനില്ല. അതിന് ഇപ്പോഴത്തെ പിള്ളേർക്ക് വിഷുവിനോടൊന്നും ഒരു താല്പര്യമില്ലടോ ഉദയ. എന്റെ പൊന്നു കേട്ടാ വല്ലതും പറ. ഈ 2K കിഡ്സ് ഒക്കെ തെരഞ്ഞു കഴിഞ്ഞാൽ പടക്കത്തിന് ബോംബായിരിക്കും എന്റെ വീട്ടിൽ കൊണ്ട് പൊട്ടിക്കണത്. ഈ പിള്ളേർക്ക് അറിയാൻ പാടില്ലാണ് ഇതൊന്നും. അവര് കണി കണ്ടിട്ടുണ്ട്. കൈ നീട്ടം എന്താണെന്ന് അറിയാമോ? ഇതൊക്കെ അവർക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി. ഇവിടെ ആരെങ്കിലും ഉണ്ടാ? ആരാ പറഞ്ഞു കൊടുക്കണം? പിന്നെ ഇതെങ്ങനെ? അത് കൊള്ളാല. നമുക്ക് ഇപ്രാവശ്യം കണി കൊണ്ടുപോയില്ല. അത് അടിപൊളിയായിരിക്കും. കണിയും കൊണ്ട് പോവുകയും ചെയ്യാം, കയ്യിൽ കാശും കിട്ടും, വിഷു നമുക്ക് അടിച്ച് പൊളിക്കുകയും ചെയ്യാം. അല്ലടാ അപ്പൊ ആര് കൃഷ്ണാവും? നമുക്ക് ടോസിടാ. ടോസ് എന്തിനാ മോനെ? ഞാനെണ്ണ, നീ എണ്ണ, മണ്ണെണ്ണ, പെട്രോള്, രതീഷ് കൃഷ്ണ. ഞാനാവൂല. മതി അത് മതി. എന്റെ താടിയുള്ള കൃഷ്ണ. അതിന് ആദ്യമായിട്ടുള്ള ബ്രേക്കപ്പ് അല്ലേ? അമ്മ സമ്മതിക്കൂല. ഞങ്ങള് സമ്മതിച്ചല്ല, അത് മതി. കണിക്കൊന്നയാ പെയിന്റിങ് കാലത്ത് ഞാൻ കൊണ്ടുവന്നാ പോരെ? കാലിത്തൊടുത്ത് എന്തിനാ വേണ്ടേ? ഇടോ അത് ക്രിസ്മസിനല്ലേ? രണ്ടിലും ക്രിയണ്ടല്ലോ. അപ്പൊ നീ തന്നെ കൃഷ്ണൻ, നല്ല താടിയുള്ള കൃഷ്ണൻ. അത് മതി. ഞാൻ പോണം. എടാ ഞാൻ കൃഷ്ണനായി കഴിഞ്ഞാ കോമഡി ആവോ? സീനാവോ? എന്ത് കോമഡി? നീ നിനക്കൊരു കാര്യം അറിയാമോ? വൈകുന്നേരം ആയി കഴിഞ്ഞാൽ എല്ലാ ഗോപിമാരും നിന്റെ ഒപ്പം ഒരുക്കോളൂ. ഈ കള്ളകൃഷ്ണന്റെ ഒപ്പം കേട്ടാ. ശരിക്കും തേക്കേട്ടാ. എടാ അടുത്ത പ്രാവശ്യം ഞാൻ കൃഷ്ണനാ. അതൊന്നും വേണ്ട. അടുത്ത പ്രാവശ്യം ഞാൻ തന്നെ കൃഷ്ണൻ. കണ്ടാ, കൃഷ്ണനാവില്ലെന്ന് പറഞ്ഞ ചെക്കനാണ്. എന്റെ പൊന്നാണ് പൊളിക്കറാണ്. സെറ്റപ്പാടുണ്ടാ കൃഷ്ണൻ. പണ്ടാണ് കയ്യിലായല്ല. ഇത് പോണില്ല. കയ്യോടാ. ശരി കഴിയൊന്നും. ഗോപിക്കുട്ട ഇത് പോണില്ല. ഇത് എന്ത് പെയിന്റ് ആണത്? ചേട്ടാ ഇത് അടിപൊളി പെയിന്റ് ആണ്. ഈ പെയിന്റ് മനസ്സിലായാ? ഏതാണ് പെയിന്റ്? എന്റെ അച്ഛന്റെ അംബാസഡറിന്റെ പെയിന്റ് അല്ലേ ഇത്? എടുത്തിട്ട് 2 കൊല്ലം ഗ്യാരണ്ടി ഉള്ള പെയിന്റ് ആണെന്ന്. കൊള്ളാം. 2 കൊല്ലം ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ അടുത്ത കൊല്ലം വേറെ പെയിന്റും അന്വേഷിക്കണ്ടല്ലോ. എന്റെ അച്ഛന്റെ അംബാസഡറിന്റെ പെയിന്റ് അല്ലേ ഇത്? എടുത്തിട്ട് 2 കൊല്ലം ഗ്യാരണ്ടി ഉള്ള പെയിന്റ് ആണെന്ന്.